എൻ്റെ പേര് ലിസി, വിലങ്ങാട് ഇടവയെന്ന് വരുന്നു. എൻ്റെ മകന് ഒരു 10-18 വയസ്സ് തുടങ്ങി മദ്യപാനമായിരുന്നു. അതൊരു 27-25 വയസ്സായപ്പോഴത്തേനും കൂടി വിവാഹം കഴിഞ്ഞതോടുകൂടി ഒരു നിയന്ത്രണവും ഇല്ലാതെയായി. മദ്യപിച്ച് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാത്തൊരു ലെവലിലെത്തി. അങ്ങനെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൺവെൻഷൻ ഇവിടെ വന്നു. അവനെ കൊണ്ടുവന്നില്ല. അവൻ്റെ ഭാര്യയും പിള്ളേരും ഞാനും കൂടെ വന്നു. അച്ഛനെ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, തേൻ കൊടുക്കാൻ പറഞ്ഞു. അത്ഭുതജപമാല ഞാൻ 2022 തൊട്ട് ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു. അവർക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കാറ്. അങ്ങനെ അവൻ ഇപ്പോൾ 9 മാസമായിട്ട് മദ്യപാനം പൂർണ്ണമായി മാറ്റി. നല്ലൊരു കൈയടി കൊടുത്തേക്കുണ്ടോ? എന്തൊരു വലിയ സാക്ഷ്യം നമ്മൾ കേൾക്കണം. അച്ഛൻ്റെ അടുത്ത് കഴിഞ്ഞ വർഷം മെയ് മാസം വന്നതാണ് അല്ലേ? മെയ്യിൽ കൺവെൻഷന് വന്നിട്ട് പ്രാർത്ഥന സ്വീകരിച്ച് ഇവഞ്ചരിച്ച തേനും ഒക്കെ കഴിക്കാനായിട്ട് പറഞ്ഞു. അതുപോലെ അവർക്ക് ഭക്ഷണത്തിൽ കൊടുക്കുക ചെയ്ത് നേരിട്ട് കൊടുക്കുക. അവൻ കഴിച്ചോളും, കണ്ടോ? അവൻ ആഗ്രഹിച്ചിട്ടുണ്ടാവും. അദ്ദേഹം അത് നേരിട്ട് കഴിച്ച് അമ്മയാണെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 15 വയസ്സാണ്. എത്രയോ വയസ്സ് മുതലുള്ള മദ്യപാനം അത് കല്യാണം കഴിഞ്ഞപ്പോൾ അതിരൂക്ഷമായി, ഒരു കൺട്രോളില്ലാണ്ടായി. അതാണ് മാറി കിട്ടിയത്. കണ്ടോ? നിസ്സാര മദ്യപാനമല്ല, അത്രയും വലിയ മദ്യപാനാണ് മാറി കിട്ടിയത്. പ്രൈസ് ദി ലോർഡ്. നല്ലൊരു കൈയ്യടി കൊടുത്തു കേട്ടോ. വലിയ സാക്ഷ്യം കേട്ടോ. രണ്ടാമത്തെ നിയോഗം ഞാൻ പശുവിനെ വളർത്തുകയാണ്. ഭർത്താവിന് പണിക്ക് പോകാൻ പറ്റില്ലാത്തതുകൊണ്ട് പശുവിനെ വളർത്തുക. പശുവിനെ മേടിക്കും, കൂട്ടിക്കൊണ്ടുവരും. കറവ തിന്നു കഴിഞ്ഞാൽ ചെനയേക്കുകയില്ല. 8 പ്രാവശ്യം 9 പ്രാവശ്യം കുത്തി വെച്ച് കഴിഞ്ഞാൽ ചെനയേക്കുകയില്ല. അതിനെ കൊടുക്കുക, പിന്നെ എന്തെങ്കിലും പണയം വെച്ചിട്ട് വേറെ പശുവിനെ മേടിക്കുക. കിടാക്കൾ ചത്തുപോവുക, അല്ലെങ്കിൽ പശു കൊണ്ടുവരുന്ന ചത്തുപോവുക. ഈ ഒരു ഇതിൽ തന്നെ ഇങ്ങനെ പോവുമായിരുന്നു. ഇവിടെ വന്ന് ഇത് കഴിഞ്ഞ് പിന്നെ പശുവിനെ മേടിക്കുമ്പോൾ അത്ഭുതജപമാല എഴുന്നേൽക്കുമ്പോഴേ പശുവും കൂട്ടി കൊണ്ട് വെച്ച് കറവ കഴിയുന്നോടം വരെയും കൂടി ഞാൻ അത്ഭുതജപമാല കൂടാറുണ്ട്. അതേപോലെ വെഞ്ചിരിച്ച് ഉപ്പ് കൊടുക്കാറുണ്ട്. അങ്ങനെയായി അവസാനം ഇപ്പം പശുവിന് ചെനയേറ്റ് കൂട്ടി തന്നെ പ്രസവിച്ച് ഞാൻ കറന്നുകൊണ്ടിരിക്കുന്നു. നല്ല വരുമാനം കിട്ടുന്നുണ്ട്. കരങ്ങളടിച്ച് നന്ദി പറഞ്ഞേ. കണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ഇതൊക്കെ ഓൺലൈൻ കാണുന്നവരോ ഇവിടെ ഇരിക്കുന്നവരോ വളർത്തു മൃഗങ്ങളുണ്ട്. ഈ മൃഗങ്ങൾ ബഹളം വയ്ക്കുക, മെരുങ്ങാതിരിക്കുക, അങ്ങനെയൊക്കെ ഇല്ലേ? ഭയങ്കര ബഹളം, ഇപ്പോൾ പട്ടിയാണെങ്കിൽ എല്ലാവരും കണ്ട കടിക്കും, അല്ലെങ്കിൽ പശു ആണെങ്കിൽ എപ്പോഴും കുത്താൻ വരും. ഇങ്ങനെയുള്ള പല പല പ്രശ്നങ്ങളുള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പിന്നെ രോഗപീഠകൾ വളർത്തുന്നവർക്ക്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? വെഞ്ചരിച്ച കല്ലുപ്പ് ഭക്ഷണത്തിൽ ചേർത്ത് കൊടുക്കുക. വെഞ്ചരിച്ച കല്ലുപ്പ് കുട്ടികൾക്ക് വെള്ളമോ ഭക്ഷണമൊക്കെ കൊടുക്കുമ്പോൾ അതിൽ ചേർത്ത് കൊടുത്ത് നോക്കിയാൽ ഈ പശു ആണെങ്കിലും പട്ടിയാണെങ്കിലും മറ്റൊക്കെ ഭയങ്കര ശാന്തതയിലേക്ക് വരും. ഒന്ന് പരീക്ഷ നോക്കിയാൽ അച്ഛൻ പറഞ്ഞത് ശരിയാണോ എന്ന് ഉണ്ടോ?